PM ശ്രീ പദ്ധതിയിൽ CPM CPI ഭിന്നതയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ മീഡിയ വണിനോട് പറഞ്ഞു. ചില മാധ്യമങ്ങളാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായം ഉണ്ടാകും. കൂട്ടായി പൊതുനിലപാടിലേക്ക് പോവുകയാണ് ചെയ്യുകയെന്നും ഒരുമയോടെ പോകുന്നത് തകർക്കാൻ നോക്കേണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CPI കാര്യത്തിൽ CPM ഓ CPI തമ്മിൽ ഒരു ഭിന്നതയുടെ പ്രശ്നവും ഈ പ്രശ്നത്തിൽ ഉദിക്കുന്നില്ല. നല്ല യോജിപ്പോടുകൂടി തന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ള നിലയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ യോജിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ഈ രാഷ്ട്രീയ രംഗത്ത് പല പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ വരും. വിവിധ പാർട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് വിവിധ നിലപാടുകളും വരും. ആ നിലപാടുകളൊക്കെ വരുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന പൊതു നിലപാടിന് വിധേയമായി പരിശോധിക്കുകയും തീരുമാനമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം ഞങ്ങൾ സാധാരണ സ്വീകരിച്ചു പോകുന്ന നിലപാട്. അത് ഇക്കാര്യത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. വിജിൻ വായാന്തോട് കൂടി ചേരുന്നുണ്ട്. വിജിൻ, TP രാമകൃഷ്ണൻ കുറച്ചുകൂടി ഒരു സംയമനത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമാണ്. പക്ഷേ ശിവൻകുട്ടി അങ്ങനെയല്ല പറയുന്നത്. ശിവൻകുട്ടി ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നൽകുന്നത്. എങ്ങനെയാണ് ഈ വൈരുദ്ധ്യം ഉണ്ടാകുന്നത്? നൗഫൽ, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിള്ളൽ CPIയും CPM തമ്മിൽ ഉണ്ടായി എന്നതിന്റെ ഉദാഹരണമാണ് വി ശിവൻകുട്ടിയുടെയും ഒപ്പം തന്നെ ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെയും ഒക്കെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ആ പ്രശ്നം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ശിവൻകുട്ടി കുറച്ചുകൂടി കടുപ്പിച്ച നിലയിൽ ബിനോയ് വിശ്വത്തിന് മറുപടി നൽകിയത്. ആരും CPMനെ ഒരു ഇടതുപക്ഷ ആശയം പഠിപ്പിക്കാൻ മുതിരേണ്ടതില്ല, ആരാണ് അത്തരം ത്യാഗങ്ങളൊക്കെ സഹിച്ചത് എന്ന് അറിയാമെന്ന് വി ശിവൻകുട്ടി വ്യക്തമാക്കുമ്പോൾ പക്ഷേ TP രാമകൃഷ്ണൻ കുറച്ചുകൂടി മയപ്പെടുത്തുകയാണ്. ഇടത് ഐക്യം എന്നുള്ളത് മുൻനിർത്തിയാണ് പോകുന്നത്. പല പാർട്ടികൾക്കും പലതരത്തിലുള്ള നിലപാടുണ്ടാകും. പക്ഷേ LDF അത് പൊതുവായ ഒരു നിലപാടാക്കി മാറ്റുകയാണ്. ആ പൊതു നിലപാടിന് ഒപ്പമാണ് പാർട്ടികൾ, ഘടകകക്ഷികൾ നിൽക്കുക എന്നുള്ള നിലപാടാണ് നിലവിൽ ഇപ്പോൾ TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് പല വിവാദങ്ങളും. അത്തരം വിവാദങ്ങൾ LDFനെ ബാധിക്കുന്നതല്ല. CPIയും CPMും ഒക്കെ യോജിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിള്ളൽ അത് അത്ര പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം വിദ്യാഭ്യാസ വകുപ്പിനാണ് വലിയൊരു തുക നഷ്ടമായത്. അതിലൊരു രോഷമാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ നയവ്യതിയാനം അത് CPMന് സംഭവിച്ചു എന്നുള്ളൊരു പൊതുവികാരം ഉണ്ടാക്കാൻ CPIക്ക് PM ശ്രീ പദ്ധതിയിലൂടെ കഴിഞ്ഞു. CPMന് ഒരു അടി അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന, വർഗീയ ആശയങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ PM ശ്രീ പദ്ധതിയിലൂടെ CPIക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് CPIയുടെ വിജയമായി CPI കാണുന്നത്. പക്ഷേ LDFിലെ ഒരു മുതിർന്ന കക്ഷി എന്ന നിലയിൽ CPMനെ ഒരു പിറകോട്ടടിപ്പിക്കാനും CPIക്ക് കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലാണ് CPM നേതാക്കൾക്കുള്ളത്. അത് നയപരമായ കാര്യത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നയം ഉയർത്തിപ്പിടിക്കുന്നത് CPI ആണ് എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള അമർഷമാണ് നിലവിൽ CPMനുള്ളത്. അതാണ് വി ശിവൻകുട്ടിയുടെ വന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. ഒരു പ്രതിഷേധത്തിലേക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിലേക്കോ പോകേണ്ടെന്ന നിലപാട് LDF കൺവീനർ സ്വീകരിക്കുകയാണ്. നൗഫൽ. യെസ്.